എല്ലാവർക്കും നമസ്കാരം. 2020 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ഇടവക ദിനമായിരുന്നു. വൈകുന്നേരം 4 മണിക്കാണ് വിശുദ്ധ കുർബാന തുടങ്ങിയത്. അന്ന് ഞാൻ കുറച്ച് നേരത്തെ ചെന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് പൊറോട്ടയും ചിക്കൻ കറിയുമായിരുന്നു. അതും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് ഈവനിങ് 4 മണിക്ക് നമ്മൾ പള്ളിയിൽ ചെന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് വളരെ ആഘോഷകരമായ തിരുനാൾ റാസ ആരംഭിച്ചു. ബാൻഡ്, ശികാരിമേളം, വെടിക്കെട്ട്, ഗീവർഗീസ് പുണ്യാളൻ്റെ ഫ്ലെക്സ് വെച്ച് അലങ്കരിച്ച വാഹനങ്ങൾ, പിന്നെ കൂടാതെ റാസായുടെ അവസാനം ചെമ്പെടുത്ത് നടക്കുന്നവർ, അതായത് ചെമ്പെടുപ്പ് നേർച്ച എന്നാണ് ഇത് പറയുന്നത്. നമ്മുടെ കുരുമുളക്, അരി അങ്ങനെയുള്ള നേർച്ച വസ്തുക്കൾ, കാഴ്ച വസ്തുക്കളെല്ലാം നമ്മൾ അതിൽ ഇടും. അതിൻ്റെ തൊട്ടുപുറകെ നമ്മുടെ അച്ഛൻ ആശീർവാദം കൊടുത്ത് റോഡിന് ഇരുവശങ്ങളും ഉള്ള ആളുകൾ ആശീർവാദം സ്വീകരിക്കും. നമ്മുടെ ഈ റാസ കടന്നു പോകുന്ന സമയത്ത് ഇരുവശങ്ങളിലുമുള്ള വീടുകളിൽ ഗീവർഗീസ് സഹദായുടെ ഫോട്ടോയും അതുപോലെ തന്നെ മെഴുകുതിരിയും ലൈറ്റിങ്സും ഒക്കെ എല്ലാവരും അത്രയും നന്നായിട്ട് നമ്മുടെ പെരുന്നാളിനോട് സഹകരിക്കും. നമ്മുടെ പള്ളിയിലെ കുരിശടി കൂടാതെ മറ്റ് 3 കുരിശടികളിൽ പോയി ആണ് നമ്മൾ പ്രാർത്ഥിച്ചു വണങ്ങി വരുന്നത്. ശികാരിമേളം എൻ്റെ സൈഡിൽ കൂടെ പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും ഞാൻ എടുത്ത വീഡിയോ ആണത്. ഭയങ്കര സൗണ്ടായിരുന്നു. നമ്മുടെ ചെവി പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള സൗണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മളുടെ പള്ളിയിലെ റാസായിക്കും അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുവാനും അത് കാണുവാനും വൻ ജനത്തിരക്കാണ് ഉള്ളത്. അതുപോലെ തന്നെയായിരുന്നു ഈ വർഷവും. റാസ ഏകദേശം 1.5-2 മണിക്കൂറോളം എടുത്തു തിരിച്ച് നമ്മളുടെ ദേവാലയത്തിലേക്ക് എത്തിച്ചേരാൻ. കഴിഞ്ഞ വർഷം വരെ ഞങ്ങളുടെ റാസായുടെ സമയത്ത് ഒരു മഴ അത് പെയ്യുന്നത് അച്ചട്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഞങ്ങളുടെ റാസായിക്ക് തൊട്ട് മുൻപ് തന്നെ ആ മഴ പെയ്തു തീർന്നു. നമ്മുടെ കുരിശടിയിലേക്ക് എത്തിയ റാസ പള്ളിക്ക് ചുറ്റും വലം വെച്ച് പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഐസ്ക്രീം കഴിക്കാൻ പോയി. റാസായുടെ ഇടയ്ക്ക് വെടിക്കെട്ടുണ്ടെങ്കിലും നമ്മുടെ പള്ളിക്കുള്ളിലേക്ക് റാസ പ്രവേശിക്കുമ്പോഴുള്ള ആ ഒരു വെടിക്കെട്ട് കാണാൻ അത് പ്രത്യേക ഭംഗിയാണ്. ആകാശത്തൂടെ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ മിന്നി മാഞ്ഞു പോകുന്നത് പോലെ നമുക്ക് തോന്നും. സമാപന ശുശ്രൂഷയ്ക്ക് ശേഷം നമുക്ക് അന്ന് വൈകിട്ട് ബണ്ണും കാപ്പിയുമാണ് നേർച്ചയായിട്ട് കിട്ടുന്നത്. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക്. പിറ്റേന്ന് രാവിലെ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ പള്ളിയുടെ കുരിശടി വഴിയാണ് പ്രദക്ഷിണമുള്ളത്. കുരിശടി ചുറ്റി നമ്മൾ പള്ളിക്കകത്തേക്ക് കയറുവാണ്. ശേഷം പുഴുക്ക് നേർച്ച നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.